പിണറായി വിജയനും CPIഎമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. പിണറായി സർക്കാർ അവസാന ശ്വാസം വലിക്കുകയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. എല്ലായിടത്തും കൈയിട്ട് വാരിയ ഭരണമാണ് പിണറായി സർക്കാരിന്റെതെന്നും മുരളീധരൻ വിമർശിച്ചു. ശബരിമലയിലെ സ്വർണം കട്ടെടുത്ത സർക്കാരാണിത്. ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് ദൈവശാപം കിട്ടുമെന്നും മുരളീധരൻ പറഞ്ഞു. പിണറായിക്കും ഗോവിന്ദനും ചിത്തഭ്രമം ബാധിച്ചുവെന്നും അയ്യപ്പന്റെ സ്വർണം കട്ടവരെല്ലാം ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ഭഗവാന്റെ സ്വർണം കട്ടവരെ അകത്താക്കുമെന്നും മുരളീധരൻ ഉറപ്പു നൽകി. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിലും മുരളീധരൻ പ്രതികരിച്ചു. കുഞ്ഞികൃഷ്ണനെ ചീത്ത പറയാനല്ലാതെ CPIഎം കണക്ക് പറയാനായി വാർത്താ സമ്മേളനം വിളിക്കുന്നില്ല എന്നായിരുന്നു വിമർശനം. നേരത്തെ പുതുയുഗ യാത്രാവേദിയിൽ KC വേണുഗോപാലും കുഞ്ഞികൃഷ്ണനെ പരാമർശിച്ചിരുന്നു. കുഞ്ഞികൃഷ്ണൻ നട്ടെല്ല് വളയാത്ത കമ്മ്യൂണിസ്റ്റാണെന്നും CPIഎം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് UDFനാണ് ലഭിച്ചതെന്നുമാണ് KC വേണുഗോപാൽ പറഞ്ഞത്. കേരളത്തിലെ സർക്കാരിന് ആമയുടെ സ്വഭാവമാണെന്നും KC വേണുഗോപാൽ പരിഹസിച്ചിരുന്നു. ആവശ്യമുള്ളപ്പോൾ തല ഉള്ളിലേക്കിടും, ആവശ്യമില്ലാത്തപ്പോൾ തല പുറത്തിടും. അത് മനസ്സിലാക്കിയാണോ കേന്ദ്രം ആമ ഗവേഷണം കേരളത്തിൽ അനുവദിച്ചതെന്നും KC വേണുഗോപാൽ പരിഹസിച്ചിരുന്നു. ഇത്രയും സർക്കാർ വിരുദ്ധ വികാരം നമ്മൾ കണ്ടിട്ടില്ല. പിണറായി വിജയന്റെ പ്രവർത്തന ഫലമായി ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിയിരുന്ന കാലത്താണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. സെമിഫൈനൽ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. ഫൈനൽ മത്സരത്തിൽ എതിരാളികളുടെ ആയുധം നിഷ്പ്രഭമാക്കി വിജയിക്കാൻ അന്തരീക്ഷം പാകപ്പെട്ട് കഴിഞ്ഞു. കാലം മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാത്ത നാടായി നമ്മുടെ നാട് മാറി. അത് അപകടകരമായ സാഹചര്യമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു.